ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അൻവീനവി യൂട്യൂബ് ചാനൽ. നമുക്കൊന്നൊരു റാഗിക്കഞ്ഞി ഉണ്ടാക്കിയാലോ? പണ്ട് മുത്തശ്ശിമാരുണ്ടാക്കിയ രീതിയിലുള്ളൊരു റാഗിക്കഞ്ഞി. ഈ മാസം കർക്കിടക മാസമല്ലേ, അപ്പം നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഒരു മാസം കൂടിയാണല്ലോ ഈ മാസം എന്ന് പറയുന്നത്. അപ്പോൾ അതിനായി നമുക്കൊരു 4 മണിക്കൂർ റാഗി വെള്ളത്തിലിട്ട് വെക്കണം. പിന്നീട് നമുക്കത് നന്നായി കഴുകിയ ശേഷം മിക്സിയുടെ ജാറിൽ നന്നായി അരച്ചെടുക്കുക. പിന്നീട് നമുക്കതൊരു അരിപ്പ ഉപയോഗിച്ച് നന്നായി അരിച്ചെടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിക്കാം. പിന്നെ അത് നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം ഗ്യാസിൽ നമുക്ക് കുക്ക് ചെയ്യാൻ. കാരണം വേഗം കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. കഞ്ഞിയല്ലേ, അപ്പം നമുക്ക് കുറച്ച് ലൂസാവുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കാരണം വേഗം കുറുകാനുള്ള സാധ്യതയുണ്ട്. അതിലേക്ക് പിന്നെ ഒരു കുറുകിയ ആവശ്യത്തിന് വരുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. പിന്നീട് നമുക്ക് ആയ ശേഷം അതിലേക്ക് നാളികേരം ചിരകിയതും ചേർത്ത് കൊടുക്കാം. നാളികേരം ചേർത്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ റാഗിക്കഞ്ഞി റെഡിയായി. ഇത് വളരെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ്. അത് പണ്ട് മുത്തശ്ശിമാരുണ്ടാക്കിയിരുന്ന രീതിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ നമുക്കിതിലേക്ക് വേണമെങ്കിൽ നെയ്യ്, അതുപോലെ തന്നെ ഫ്ലേവറിനായി ഏലക്ക പൊടിച്ചിട്ടും ചേർത്ത് കൊടുക്കാം. അതൊന്നും ഇവിടെ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റാഗി കഞ്ഞിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.